ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യും. 17-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അർജുനൻ്റെ ചോദ്യത്തിന് ഉത്തരമായി 3 പ്രകാരത്തിലുള്ള ശ്രദ്ധയെക്കുറിച്ച്, സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള ശ്രദ്ധ എങ്ങനെയാണ് മനുഷ്യരെ അത് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ചെയ്തികളൊക്കെ ഏത് പ്രകാരത്തിലുള്ളതാണ്. സാത്വികമായ ശ്രദ്ധയുള്ള, സാത്വിക ശ്രദ്ധായുക്തന്മാരായിട്ടുള്ളവർ ലോകത്തിൻ്റെ സേവനം, നാടിൻ്റെ സേവനം എന്നുള്ളത് നാട്ടുകാർക്ക്, നാടിന്, അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, തൻ്റേത് എന്നുള്ളതല്ല, സ്വാർത്ഥതയല്ല, മറിച്ച് ലോകസേവനാർത്ഥം തൻ്റെ മനസ്സിനെയും തൻ്റെ ബുദ്ധിയെയും തൻ്റെ ഇന്ദ്രിയങ്ങളെയും അത്തരം പ്രവർത്തനങ്ങളിലൂടെ താൻ ശുദ്ധീകരിക്കുന്നു. വിനോബാജി പറയും, ഞാൻ എന്തുകൊണ്ടാണ് കതർ ധരിക്കുന്നത്? കതറിന് കർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ്. അതിൽ അഴുക്ക് പറ്റിയാൽ അറിയുന്നു വേഗം. കർമ്മവും അങ്ങനെയാണ്. ശങ്കര ഭഗവത്പാദരും പറയുന്ന അതാണ്. കർമ്മം എന്തിനുള്ളതാണ് അത്ര വാസ്തവത്തിൽ? ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയേ എന്നാണ്. ചിത്തശുദ്ധിക്കാണ് കർമ്മം. അപ്പം നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നതാണ്, നമ്മളെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് കർമ്മത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയേ, അല്ലെങ്കിൽ കർമ്മം എന്തെങ്കിലും ചെയ്തതുകൊണ്ട് ഇങ്ങനെ കിട്ടും എന്നില്ല. അപ്പം ഇവിടെ ഈ സാത്വിക യുക്തന്മാർ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ, അവരെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ എങ്ങനെയാണ്? സമാജത്തിൻ്റെ സേവനമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രജോ ഗുണപ്രധാനികളായിട്ടുള്ള ആളുകളാണെങ്കിലോ അവർ നാടിനുണ്ട്, പക്ഷെ തങ്ങൾക്കും അതിൽ എനിക്കെന്ത് കിട്ടും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതിലുണ്ട്. എനിക്കെന്ത് കിട്ടും? അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? പണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള തമാശകളിലൊന്നാണ്, ഈ അമ്പലത്തിൽ പ്രഭാഷണം നടക്കുന്നു, ഭാഗവത സപ്താഹം. അപ്പോൾ വീട്ടിൽ ഈ പ്രായമായിട്ടുള്ളൊരു മുത്തശ്ശിയുണ്ട്. ഈ മുത്തശ്ശിയാണെങ്കിൽ വീട്ടുകാർക്ക് വലിയ സൗകര്യമൊന്നും കൊടുക്കുന്നില്ല എന്നാണ് അവരുടെ അഭിപ്രായം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഭാഗവത സപ്താഹം നടക്കുന്നത്. 7 ദിവസം അവിടെ പരിപാടിയുണ്ട്, ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ മുത്തശ്ശിയെ അവിടെ കൊണ്ടു ആക്കുക, എന്നിട്ട് വെക്കേഷനാണ് വേണം, അപ്പോൾ തിരിച്ചു കൊണ്ടുവരിക. ഇത് അവിടുത്തെ കൊച്ചുമോന് ഡ്യൂട്ടി കൊടുത്തു. അപ്പോൾ അവൻ ചോദിച്ചു, എനിക്കെന്ത് തരും? അവനത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവൻ പറഞ്ഞു, നിനക്ക് 1 രൂപ തരാം ഒരു ദിവസം കൊണ്ടുപോകുന്നതിനും. മുത്തശ്ശിയെ വൈകുന്നേരം അവിടെ ഇത് കഴിഞ്ഞ് ദീപാരാധനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കണം, നിൻ്റെ ഉത്തരവാദിത്തമാണ്. 1 രൂപ കരാർ ഉറപ്പിച്ചു. ഞാൻ കണക്ക് കൂട്ടി 7 രൂപ കിട്ടും, തരക്കേടില്ല, എന്തെങ്കിലും ആവട്ടെ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാം, നോക്കാം. 7 വ്യവസ്ഥയായി. അങ്ങനെ ഭാഗവത സപ്താഹത്തിന് പോവുകയും, അപ്പോൾ അവിടെ പോയിട്ട് ഈ മുത്തശ്ശി വടിയൊക്കെ ഇട്ടാണ് പോണത്. വടിയൊക്കെ ഉണ്ട്, ഒരു താങ്ങിന്, വല്ല നായൊക്കെ വരുമ്പം കാണിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഭാഗവതം തുടങ്ങുമ്പോൾ ഇവരാണെങ്കിൽ മുന്നിൽ പോയി ഇരിക്കും. ഏറ്റവും ആദ്യം അവിടെ എത്തുന്നുണ്ട്, മുന്നിലാണ് ഇരിക്കുന്നത്. മുന്നിലിരുന്ന് ഇദ്ദേഹം ഇതിങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെ നല്ല ഉറക്കാണ്. മുന്നിലിരുന്നിങ്ങനെ ഒരാൾ ഇങ്ങനെ ഉറങ്ങി വീഴുക എന്ന് പറയുന്നത് പ്രഭാഷണം നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെ അത് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ നല്ല ലയത്തിൽ ഉറങ്ങും. അപ്പോൾ നമുക്കും ഉറക്കം വരും. ഈ ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഉറങ്ങരുതെന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഈ പ്രഭാഷണം നടക്കുന്ന ആചാര്യൻ മനസ്സിലായി ഈ മുത്തശ്ശിയുടെ കൂടെ അവരുടെ കൊച്ചുമോനും ഉണ്ട് എന്നുള്ളത്.
അപ്പോൾ ഇവനിങ്ങനെ ഇടയ്ക്ക് മുത്തശ്ശിയൊക്കെ ഒന്ന് നോക്കും. അത് പ്രത്യേകിച്ചൊന്നുമില്ല, എന്തായാലും 1 രൂപ അത് കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്നുള്ളത് മട്ടിലാണ്. അപ്പോൾ ഈ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അദ്ദേഹം നാളെയും വരുമോ എന്താ നോക്കാം എന്നുള്ളതാണ്. പക്ഷേ പിറ്റേ ദിവസം ഉണ്ട്, രാവിലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു കാപ്പിയുടെ ഇൻ്റർവെല് വന്നപ്പോൾ ഇദ്ദേഹം ഈ കൊച്ചുമകനെ വിളിച്ചിട്ട് ചോദിച്ചു, മോൻ്റെ മുത്തശ്ശിയാണോ? മുത്തശ്ശി ഇങ്ങനെ ഉറങ്ങുന്നുണ്ടല്ലോ, അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രഭാഷണം നടത്താൻ മുത്തശ്ശിയുടെ ഈ ഉറക്കം കാരണം. പറഞ്ഞു, അതിന് ഞാനെന്താ ചെയ്യുക? നീ ഒരു കാര്യം ചെയ്താൽ മതി, ഈ മുത്തശ്ശി വടി പിടിച്ചിട്ടാണല്ലോ ഇങ്ങനെ ഉറങ്ങുന്നത്, വടിയൊന്ന് കുലുക്കിയാൽ മതി. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ കുലുക്കാം, എനിക്ക് എന്ത് തരും? അയാൾ പറഞ്ഞു, എനിക്കെന്തായാലും ദക്ഷിണയൊക്കെ കിട്ടും, ഞാൻ നിനക്ക് ഒരു കുലുക്കലിന് 1 രൂപ തരാം. അപ്പോൾ അവൻ ഭയങ്കര സന്തോഷമായി. ഓ, ഡീല് ഉറപ്പിച്ചു. മുത്തശ്ശി ഇങ്ങനെ ഉറങ്ങും, കുലുക്കും, എന്നിട്ട് വില എണ്ണുകയും ചെയ്യും. അന്നത്തെ ദിവസം മുത്തശ്ശിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇവൻ കണക്ക് പറഞ്ഞ് മൂപ്പരുടെ അടുത്ത് നിന്ന് മേടിക്കുകയും ചെയ്തു. അന്നൊരു 10-15 രൂപ ഒപ്പിച്ചു. പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേന്ന് മുത്തശ്ശി ഇതേപോലെ ഇരിക്കുന്നു, നന്നായി ഉറങ്ങുന്നു, അസലായിട്ട് ഉറങ്ങുന്നു. ഇവനാണെങ്കിൽ ഒരു പരിചയമില്ലാത്ത പോലെ ഇരിക്കുക. അദ്ദേഹം കണ്ണോണ്ടൊക്കെ കാണിക്കുന്നുണ്ട് കുലുക്ക് എന്നുള്ളത്. മൂപ്പർക്ക് ഈ മുത്തശ്ശി എന്ന് എൻ്റെ ആരും അല്ല എന്നുള്ള മട്ടിൽ ഭാഗവതത്തിൽ അവനങ്ങനെ ലയിച്ചിരിക്കുക. ഇദ്ദേഹം കാപ്പിയുടെ ഇടവേളയിൽ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താ കുലുക്കാത്തത്? അതെ, കുലുക്കിയിട്ടില്ലെങ്കിൽ മുത്തശ്ശി എനിക്ക് 2 രൂപ തരാറുള്ളത്. അവനവിടെയും എന്താണ് ഡീലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് രജോ ഗുണപ്രധാനികൾ. എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്കും ഉണ്ടല്ലോ, എനിക്ക് അതിൻ്റെ ഒരു വിഹിതം വേണമെന്ന് പറയാം. അതുകൊണ്ട് അവരങ്ങനെയാണ്. ഏത് ലോകസേവനാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് അവരുടെ ഒരു വിഹിതം അതിൽ പ്രധാനമാണ്. പിന്നെയുള്ളത് എന്താ, അതിനനുസരിച്ച് അവർ ഓരോരോ കർമ്മങ്ങളും ചെയ്യും. 3ാമത്തെ കൂട്ടരാണ് തമോ ഗുണികൾ. അത് തനിക്ക് വേണ്ടി മാത്രമാണ്, ആത്മനസ്തു കാമായ, തനിക്ക് മാത്രം, വേറെ ആർക്കും അതിൽ യാതൊരു പങ്കുമില്ല. അത് അന്യായേന, ന്യായമല്ലാത്ത മാർഗത്തിലൂടെയും അവരതിനെ സ്വരൂപിക്കും. ഇത്രയാണ് ഭഗവാൻ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഓരോരുത്തരും സ്വഭാവത്തിൽ നിന്നാണ് ഈ സത്വരജ തമോ ഗുണങ്ങൾക്കനുസൃതമായി ഇവന് ശ്രദ്ധയുണ്ടാവുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ ഭഗവത്ഗീത 5-6 ശ്ലോകങ്ങളെ കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പല അശാസ്ത്രീയമായ പലതും ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ശ്ലോകങ്ങളിലൂടെ നമുക്കൊരു തെളിമ കിട്ടും. ഏത് കാലത്താണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്, ആ കാലത്ത് എന്തൊക്കെയായിരുന്നു നടന്നിരുന്നത്, ആ കാലത്ത് നടന്നിരുന്ന അനാചാരങ്ങളൊക്കെ ഇപ്പോഴും കൊണ്ടുവരുന്നുണ്ട് ചിലർ. ആചാരമാണ്, സംസ്കാരമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ 5-6 ശ്ലോകങ്ങളെ കൊണ്ട് ഈ അനാചാരങ്ങളെ വളരെ നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്നു. നോക്കാം നമുക്കെന്താ. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ യേ തപോജനാഃ ദംഭാഹങ്കാര സംയുക്താഃ കാമരാഗബലാന്വിതാഃ കർഷയന്തഃ ശരീരസ്ഥം ഭൂതഗ്രാമമചേതസഃ.
മാം ചൈവാന്ത ശരീരസ്ഥം താൻ വിദ്യാനാസുര നിശ്ചയാൻ. ഇവന്മാരുടെ കാര്യം പറയാം. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട്. ഇവിടെ ഭഗവാൻ പറയുന്നു, അശാസ്ത്രവിഹിതം ഘോരം. അശാസ്ത്രവിഹിതം ധർമ്മശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ ധർമ്മശാസ്ത്രത്തിൻ്റെ പിൻബലമില്ലാത്ത, പിന്നെ എന്താണ് ഇവർക്ക്, എന്തിൻ്റെ പിൻബലത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? അത് വളരെ പ്രധാനമാണ്. ദംഭാഹങ്കാര സംയുക്താഹ. ദംഭം, അഹങ്കാരം, ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കാമരാഗ ബലാന്വിതാഹ. കാമരാഗങ്ങളുടെ ബലത്തോട് കൂടിയിട്ട് അചേതസഹ, ഈ ബുദ്ധിശൂന്യരായിട്ടുള്ള ഇവന്മാർ, അങ്ങനെയുള്ള ആരൊക്കെയാണോ, ജനാഹ, ഏതേത് ആളുകളാണോ ശരീരസ്ഥം ഭൂതഗ്രാമം അന്തശരീരസ്ഥം, ഗംഭീരമായിട്ടാണ് പറയുന്നത്. ശരീരസ്ഥം, ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന, ശരീരസ്ഥം സ്ഥീയതേ ഇതി. ഗൃഹസ്ഥൻ, ഗൃഹത്തിൽ സ്ഥിയമായിരിക്കുന്നവൻ, അതുകൊണ്ട് ഗൃഹസ്ഥൻ. അപ്പം ശരീരസ്ഥനായിട്ടുള്ള, അതേപോലെ ഭൂതഗ്രാമം, ജീവജാലങ്ങളുടെ കൂട്ടങ്ങളിലുള്ള, അന്തശരീരസ്ഥം സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന മാം, എന്നെ. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലിരിക്കുന്ന ഭഗവാനെ, അതുപോലെ ഇതര ജീവജാലങ്ങളുടെ ശരീരത്തിലിരിക്കുന്ന ഭഗവാനെ, സൂക്ഷ്മ ശരീര രൂപിയായിരിക്കുന്ന ഭഗവാനെ, ഇതിനെ 3 തലത്തിലും ഇവരെന്ത് ചെയ്യുന്നു? കർഷയന്തഃ, പീഡിപ്പിക്കുന്നു. എന്തുകൊണ്ട്? അശാസ്ത്രവിഹിതം ഘോരം തപഃ. അശാസ്ത്രവിഹിതമായിട്ടുള്ള ഈ ഘോരമായ തപസ് തപ്യന്തേ, അതവർ ചെയ്യുന്നു. താൻ അവരെ ആസുരനിശ്ചയാൻ ഏവ വിദ്ധി, ഇവരെ ആസുരബുദ്ധികൾ എന്ന് നീ അറിയണം. ഇവരസുരന്മാരാണ് അർജുന. ഏതൊക്കെ ജാതിയാണ് ഇപ്പോൾ ഉള്ളത്? എന്തൊക്കെയാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി. മൃഗങ്ങളെ ബലിയർപ്പിക്കുക ഈശ്വരന് വേണ്ടി, തെറ്റായ കാര്യം. ഈശ്വരന് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഈശ്വരന് ഇതൊന്നും വേണ്ട. ഈശ്വരന് ഇവരെ അവിടെ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് ഇന്ന് കോഴിയെ വേണം, ആടിനെ വേണം, പശുവിനെ വേണം, പോത്തിനെ വേണം, അതിനൊന്നും പറഞ്ഞിട്ടില്ല. മനുഷ്യരെ, മനുഷ്യക്കുട്ടികളെ, ആ രക്തം ഈ രക്തം, എന്തൊക്കെയെന്നറിയാം. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളെ മുറിവേൽപ്പിച്ച് ആ രക്തം കൊണ്ട് കുറേയൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ സർവ്വസാധാരണമായിട്ട് കാണുന്നില്ല. കാരണം ഇവിടെ നമുക്ക് തോന്നുന്നത് ഇന്ത്യയിൽ, കേരളത്തിലാണ് ആദ്യത്തെ നിയമനിർമ്മാണത്തിലൂടെ ഈ മൃഗബലിയെ നിരോധിച്ചിട്ടുള്ളത്. ഒരു സ്റ്റേറ്റാണ്. ആ മൃഗബലിയെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അവർക്ക് 12 വർഷം തടവോ അങ്ങനെയൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കോഴിയെ വെട്ടിയാലും ഇതിൻ്റെ പേരിൽ. കോഴിയെ വെട്ടാൻ ഇവിടെ അധികാരമുണ്ട്. കോഴിയാണെങ്കിലും ഈ പറഞ്ഞ ആടിനെയും പോത്തിനെയും ഒക്കെ അത് അതത് ആളുകൾക്ക്, അറവുശാലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ലൈസൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് വേറെ, അത് നിയമപരമായി നടക്കുന്നതാണ്. അതും ശരിയാണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊരു വേറൊരു വിഷയമാണ്. തൽക്കാലം ഒന്നിനെയും കൊല്ലുന്നതിനോട് നമുക്ക് യോജിപ്പില്ല.
പിന്നെ ഭക്ഷണം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു വലിയ വിഷയമാണത്. ലോകം മുഴുവൻ അങ്ങനെ അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചർച്ച ഇപ്പോൾ അതല്ല. ഇതിൻ്റെ പേരിൽ ഏത് ഈശ്വരൻ്റെ പേരിൽ, ഭക്തിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ നടക്കുന്ന പലതും തന്നെ പീഡിപ്പിക്കുക. എന്തൊക്കെയുണ്ട്? ഈ ചുവരിൽ കുത്തുക, ശൂലം കുത്തുക, ഗരുഡൻ തൂക്കം, എന്തൊക്കെ. എന്നിട്ട് നമ്മൾ പറയും അങ്ങനെയൊന്നും ആവില്ല, അതങ്ങനെയാണ് ഇങ്ങനെയാണ്, അതപ്പം മഞ്ഞപ്പൊടി ഇടും, അതാണ് ഇതാണ്. പക്ഷെ അത് അശാസ്ത്രവിഹിതവും ഘോരമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ സ്ഥൂല ശരീരത്തെ ആകട്ടെ, സൂക്ഷ്മ ശരീരത്തെ ആകട്ടെ, അതുപോലെ തന്നെ ഇതര ജീവജാലങ്ങൾക്ക് ഏതെങ്കിലും ആകട്ടെ, യാതൊരു തരത്തിലുള്ള പീഡയും നടത്തിക്കൂടാ. അങ്ങനെ പീഡ നടത്തിക്കൊണ്ടൊക്കെ ചെയ്യുന്നത് അസുരന്മാരുടെ പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ആ അസുരന്മാരുടെ പരിപാടിക്കാണ് നിങ്ങൾ ഈ കൂട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ ആ ആസുരവൃത്തിയെ സ്വീകരിച്ചവരാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ എല്ലാം ഉണ്ട്. ഹിന്ദുമതത്തിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദുമതത്തിൽ അതിനെയൊക്കെ നിർവചിക്കുന്നുണ്ട്, ഏത് ഗണത്തിലാണ് ഇവരൊക്കെ പെടുന്നത് എന്നുള്ളത്. അസുഖം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയെന്നറിയാം. പനി പിടിച്ച് ന്യൂമോണിയയുടെ അവസ്ഥയിൽ നിൽക്കുന്ന കുട്ടിയെ കൊണ്ടുപോയിട്ട് ഏതോ ഒരു MP പറഞ്ഞത് കേട്ടിട്ട് ഗംഗയിൽ കൊണ്ടുപോയി മുക്കി, കുട്ടി മരിച്ചു. എന്നാൽ ഇവന് ആജീവനാന്തം ജയിൽ ശിക്ഷ കൊടുത്ത് സമൂഹത്തിൽ അത് മാതൃകയാക്കണ്ടേ? അതുമില്ല. നമ്മുടെ പല എന്താ പറയുക, ഈ നിയമത്തിൻ്റെ ആ പീഠത്തിൽ ഇരിക്കുന്ന ഉന്നതന്മാരുണ്ട്, അന്ധവിശ്വാസത്തിൻ്റെ മൂത്താപ്പന്മാരാണ്. അവർ തന്നെ ചെയ്യുന്നുണ്ട് പല അനാചാരങ്ങളും കർമ്മങ്ങളും, അവരുടെയൊക്കെ വീട്ടിൽ വെച്ച് നടക്കും. നിങ്ങളിങ്ങനെയുള്ള ഒരു പൊസിഷനൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ എപ്പോഴും സമൂഹത്തിന് മാതൃകയായിരിക്കണം. നിങ്ങൾ വല്ല രഹസ്യമായിട്ടൊക്കെ നടത്തിക്കോളൂ, എന്നാലും ഈ അനാചാരങ്ങളായിരിക്കരുത്. എന്തൊക്കെയാണ് രോഗം വന്ന ആശുപത്രി കൊണ്ടുപോകാതെ. നമ്മൾ കോവിഡൊക്കെ വന്നപ്പോൾ കണ്ടിട്ടില്ലേ, കാഞ്ഞിരമുട്ടി, ചാണകം ഇപ്പോഴും ശാപ്പിടുന്ന ആൾക്കാരുണ്ട്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഗോമൂത്രം കുടിക്കുക, പശു, അത് രാവിലെ തന്നെ ആ പശുവിൻ്റെ നേരെ ഒഴിക്കുന്ന സമയത്ത് ചാണകം തിന്നുക. ഒരു ജീവിയും കഴിക്കാറില്ല എന്ന് തോന്നുന്നു. ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണത്. ഈ ചാണകം തിന്നുന്നത് എന്തിൻ്റെ പേരില? ഭക്തിയുടെ പേരില, മതത്തിൻ്റെ അക്കൗണ്ടില. അതൊക്കെ ആലോചിക്കുമ്പം കോവിഡ് ഒരു കോളേജിലെ പ്രിൻസിപ്പലാണ് ചില മുറികൾ മൊത്തത്തിൽ ചാണകം, എന്താ പറയുക, നല്ല ചുമരൊക്കെയാണ്, ചാണകം തേച്ച് അതിനെ ചൂടിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചാണകം തേച്ച് അവർ മൊത്തത്തിൽ ചാണകം തേച്ചു. കുറച്ച് വിവേകികളായിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിൻ്റെ മുറി AC എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിലും കയറി ചാണകം തേച്ച് കൊടുത്തു. നമ്മൾ എന്താ പറയുക, ആദ്യം നിങ്ങൾ മാതൃകയാക്കണ്ടേ? ഇങ്ങനെ എന്തൊക്കെ, പാവം പശു എന്ത് പഴച്ചു, അതിന് എന്തിൻ്റെയൊക്കെ എണ്ണിയാലൊടുങ്ങാത്ത അസുഖം വന്ന മര്യാദയ്ക്ക് ആശുപത്രിയിലോ ഡോക്ടറെയോ കാണാതെ പൂജാരിയെ കണ്ട് ആ പൂജാരി പറയുന്ന പൊട്ടത്തരങ്ങൾ അല്ലെങ്കിൽ ജ്യോത്സ്യൻ പറയുന്ന മണ്ടത്തരങ്ങൾ, ഇവൻ ഇന്ന ആളുടെ ബാധയാണ്,
ആ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന അടിയൊക്കെ കാണണ്ടേ? വരിയായിട്ടിരുത്തിയിട്ട് തലമണ്ടയ്ക്ക് നാളികേരം എറിഞ്ഞ് പൊട്ടിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ തലയുടെ ഇതൊക്കെ എപ്പോഴാണ് പിന്നീട് നിങ്ങൾ ഇതിനെക്കുറിച്ച് വല്ല റിസർച്ചും നടത്തിയിട്ടുണ്ടോ? സർക്കാരാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ കയ്യും കെട്ടി മിണ്ടാതിരിക്കുക. കാരണം മന്ത്രി തന്നെ പോയി തല കാണിച്ചു കൊടുക്കും. അങ്ങനെ അജാതി മന്ത്രിമാരാ നമുക്കുള്ളത്. ഭരണാധികാരി തത്വജ്ഞാനിയായിരിക്കണമെന്ന് പ്ലാറ്റോൻ്റെ റിപ്പബ്ലിക്കിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. അവരെ ഇങ്ങനത്തെ മണ്ടന്മാരായാലോ? ഈ പൊട്ടന്മാരെയാണ് തിരഞ്ഞെടുത്ത് വിടുന്നത്. നിങ്ങൾക്ക് അസുഖം വന്നാൽ ഗംഗാജലം അതിനുള്ളതാണോ? എന്നാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇങ്ങനെ തുടങ്ങിയിട്ട് അശാസ്ത്രവിഹിതമായ പാവം കുട്ടികളെയൊക്കെയാണ് ഏതൊക്കെ വിധത്തിലുള്ള പീഡനങ്ങൾ അനുഭവിപ്പിക്കുന്നുണ്ട്. കനലിൽ ചാട്ടം, കനൽ കുറേ ഉണ്ട്. ചിലതൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ എന്തോ മാതിരിയാവും. അതുകൊണ്ട് നിങ്ങൾക്കറിയാം. ഭക്തിയുടെ പേരിലുള്ള ഈ പീഡിപ്പിക്കൽ, അവനവനെ പീഡിപ്പിക്കുക, മറ്റുള്ളവരെ പീഡിപ്പിക്കുക, മൃഗങ്ങളെ പീഡിപ്പിക്കുക. മൃഗങ്ങളെ ഏതൊക്കെ വിധത്തിൽ പീഡിപ്പിക്കുന്നുണ്ട്? ആനയോട്ടം, ആന ഓട്ട മത്സരത്തിന് ഇതെല്ലാം നിരോധിക്കേണ്ടതാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ പേരിലാണ് നടത്തുന്ന ഈ ശുദ്ധ തോന്നിവാസം. വേറൊരു രാജ്യത്തും നടക്കൂല ഇതൊന്നും. ഇതൊക്കെ എന്താണ്? ഒരു കാലത്ത് മൃഷ്ടാന്നം വയറ് നിറയെ ഭക്ഷണം കഴിച്ച് കുറേ തല്ലിപ്പൊളി രാജാക്കന്മാർക്കുള്ള എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഇതൊക്കെ. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഏതൊക്കെയോ വിവരദോഷികൾ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു. അതിനെ നമ്മൾ പിന്തുടരുന്നു. അല്ലാതെ ഈ ആനയോട്ടത്തിലൊക്കെ എന്ത് വിനോദമാണ് നിങ്ങൾക്കുള്ളത്? അതിൻ്റെ കഷ്ടപ്പാടോ? എന്നിട്ട് 1ാം സമ്മാനം കിട്ടിയവൻ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ നടക്കിയൊരു ഒരു എന്താ അവിടെ ഇന്ന് ചിഹ്നം വിളിച്ചു. അതിൻ്റെ മനസ്സിൽ അതിൽ വല്ല കാര്യങ്ങളും നിങ്ങൾ അറിയുന്നുണ്ടോ? അതിനെ ഈ ഓടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതിനെ നടത്തിക്കുന്നത്, ലോറിയിൽ കൊണ്ടുപോകുന്നത്, അതിനെക്കൊണ്ട് തടിയെടുപ്പിക്കുന്നത്. ഈ ജീവി ഇങ്ങനെ നിൽക്കുന്നത് ഈ ഭക്തിയുടെ പേരിലാണ്. നമ്മൾ പറഞ്ഞാൽ വീണ്ടും ആനയിലേക്ക് തുടങ്ങിയാൽ പിന്നെ പോകും അങ്ങോട്ട്. അതുകൊണ്ട് അധികം പറയുന്നില്ല. നിങ്ങൾ അനുഭവിക്കുക എത്ര. ഇങ്ങനെ ഓരോന്നിനെയും ഈ ഭക്തിയുടെ പേരും പറഞ്ഞ് നമ്മൾ പീഡിപ്പിക്കുക. സ്വയം അവനവൻ പീഡിപ്പിക്കുന്നു. ഭഗവാൻ എന്താ പറയുന്നത്? എന്നെ ശരീരസ്ഥം ഭൂതഗ്രാമം അന്തശരീരസ്ഥം മാംച കർഷയന്ത. ഗീതയാണ് പറയുന്നത്. ഈ നിരത്തിയിരുത്തിയിട്ടുള്ള ആളുകളുടെ ഇതിൽ നാളികേരടിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താവും ഇവരുടെയൊക്കെ അവസ്ഥ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളത്? ഭക്തിയുടെ പേരിൽ ഇത് നടത്തിയാൽ ഇതൊക്കെ കുഴപ്പങ്ങളാണ്. ഒന്നാമത് തലയ്ക്ക് വെളിവില്ലാതെയാണ് ഇങ്ങനെ പോയി ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വെളിവില്ലായ്മയുടെ മൂർധന്യം വേറെയും. കുറേ തല്ലിപ്പൊളികൾ, വിവരദോഷികൾ, ഊണ് കഴിച്ചതിൻ്റെ ബാക്കിയിൽ കിടന്നുരുളാൻ വേറെ കുറേ വിവരദോഷികൾ. ഇതെല്ലാം തന്നെ എന്താണെന്നറിയോ? ഈ ഗണത്തിൽപ്പെട്ട അസുരന്മാരുടെ പ്രവൃത്തികളാണ്. ഇവർ ശ്രേഷ്ഠന്മാരാണെന്നൊന്നും നിങ്ങൾ കരുതിയേക്കരുതേ. ഇത്തരം തല്ലിപ്പൊളിത്തരങ്ങൾ, അനാചാരങ്ങൾ ചെയ്യുന്നവരെ നിങ്ങൾ ഒരു തരത്തിലും ശ്രേഷ്ഠന്മാരുടെ ഗണത്തിൽ പെടുത്തുക വേണ്ട. ഭൂലോക തല്ലിപ്പൊളികളാണ് ഗീതയുടെ ഭാഷയിൽ. ആ തല്ലിപ്പൊളികളെ ഭഗവാൻ പറയുന്ന വാക്ക് തല്ലിപ്പൊളി എന്നല്ല, മറിച്ച് എന്താണ്? ആസുര നിശ്ചയാൻ ഏവ വിദ്ധി. ഇവരെന്താണ്? ആസുരബുദ്ധികൾ എന്നറിഞ്ഞാൽ. നമുക്ക് തോന്നുന്നു തല്ലിപ്പൊളികൾ എന്നുള്ളത് കുറച്ചുകൂടെ മയത്തിലുള്ള വിളിയാണ്. ആസുരബുദ്ധി എന്നുള്ളത്
കുറച്ചുകൂടെ എക്സ്ട്രീമാണത്, കുറച്ച് കൂടിയതാണ്. എന്തായാലും ഇവർ ഇങ്ങനെ സമൂഹത്തിൽ ഈ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നിലനിർത്തി ഒരു വിദ്വാൻ കയ്യിൽ കുറേ കർപ്പൂരം ഇട്ടിട്ട് അങ്ങനെ പുകയ്ക്കുന്നു. ഈ കുംഭമേളയിൽ കണ്ടിട്ടുണ്ട് കുറേ തല്ലിപ്പൊളിത്തരങ്ങൾ. ഇത്തരം ഗ്യാസ് കണക്ഷൻ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചു വിട്ടുക, തീ കൊടുക്കാൻ വേറൊരുത്തൻ. എന്തൊക്കെയാണെന്നറിയാം. ഇതൊക്കെയാണ് എന്ന് നമ്മൾ കരുതുക. ഒറ്റയടിക്കാണ് ഇതിനെ മുഴുവൻ. ഇതൊന്നും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനൊക്കെ കണ്ടാൽ ഇതാണ് ഓർമ്മ വരിക നിങ്ങൾക്ക്. നമുക്കെപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ ഈ അശാസ്ത്രവൈദം ഘോരം എന്നുള്ള ഈ ശ്ലോകമാണ് ഓർമ്മ വരാറ്. എന്ത് സൗന്ദര്യമാർന്ന ദർശനമാണിത്. ഒരാൾക്കും ഒരു അല്ലലും അലട്ടലും ഒന്നുമില്ലാതെ ഈ അനുവർത്തിക്കുന്ന ആൾക്കും അതെ, അത് അനുകരിക്കുന്ന ആൾക്കും അതെ, എന്തൊരു സൗരഭ്യമുള്ളതാണ് ഈ ആത്മീയത. അത് ഏതെങ്കിലും വിധത്തിൽ ഒരാളുടെ നെറ്റി ചുളിക്കുന്നതോ ഭയപ്പെടുത്തുന്നതോ ഒന്നുമല്ല. ഇതിലെല്ലാം പെടും. ഇതിൽ വെളിച്ചപ്പാട് ഇങ്ങനെ വെട്ടിപ്പൊളിക്കുന്നത് ഈ തുടങ്ങിയിട്ടുള്ളതെല്ലാം തന്നെ ഗീതയുടെ ഭാഷയിലെ സന്ദീപാനന്ദഗിരി അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവത്ഗീതയാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തേ അഭിപ്രായം ഉണ്ടെങ്കിൽ വ്യാസരോട് പറയൂ. നമ്മളീ പറഞ്ഞത് പറയണു എന്നുള്ളതേ ഉള്ളൂ. ഈ വെളിച്ചപ്പാടെടുത്ത് വാളെടുത്ത് വെട്ടുന്നതൊക്കെ ഈ ഗണത്തിൽ പെടുന്നതാണ്. ഈ കനലാട്ടം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ഏടാകൂടങ്ങൾ. ആളെടുത്തിട്ട് നിങ്ങളിതിങ്ങനെ കാണിച്ചോളൂ. നിങ്ങൾ ഈ നെറ്റി വെട്ടി പൊളിക്കുന്നത് എന്തിനാ? നാവിലൊക്കെ ഇങ്ങനെ ശൂലം കയറ്റിയിട്ട് മുകളിൽ നാരങ്ങ താഴെ നാരങ്ങ. പിന്നെ വലിയ ഉപദ്രവമില്ലാത്ത കുറേ അനാചാരങ്ങളുണ്ട്. നാരങ്ങ കമഴ്ത്തി വെച്ച് നാരങ്ങ പൊളിച്ച് അത് കമഴ്ത്തിയിട്ട് അതിൽ എണ്ണ ഒഴിച്ച് തിരി വയ്ക്കുക. എടോ, നാരങ്ങ ഉണ്ടെങ്കിൽ അത് മുറിച്ച് ഒന്നുകിൽ ഉപ്പിലിടുക, അല്ലെങ്കിൽ അത് പിഴിഞ്ഞ് ഒരു സോഡ അടിച്ച് 2 ഉപ്പ് ഇട്ട് 2 അയമ്പക്കം വിട്ട് നടക്കുക. ഇങ്ങനത്തെ പൊട്ട നാരങ്ങ ഇതിനു വേണ്ടിയല്ല ഉണ്ടായത്. ഒരു മൺചിരാതിൽ എന്തെങ്കിലും കത്തിച്ചോ. ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഇപ്പോൾ നാരങ്ങ. ഇതൊക്കെ ഈ ജ്യോത്സ്യന്മാരുണ്ടാക്കുന്നതാണ്. ഈ 5ാം ക്ലാസ്സും ഗുസ്തിയായിട്ടുള്ള ജ്യോത്സ്യം. എന്ത് പൊട്ടത്തരം പറഞ്ഞാലും അത് കൊണ്ടുപോയി ചെയ്യാൻ നമ്മൾ കേമന്മാരാണ്. എല്ലാം ആസുര ഗണത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ കർമ്മങ്ങളാണെന്ന് അറിഞ്ഞാലും. ഭഗവാൻ അടുത്തത് ആഹാരം എങ്ങനെ സാത്വികവും രാജസികവും താമസികവുമാകുന്നു അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നോക്കാം അടുത്ത ശ്ലോകം. 7ാമത്തെ ശ്ലോകത്തിൽ ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയഃ യജ്ഞഃ തപസ്തഥാ ദാനം തേഷാം ഭേദമിമം ശൃണു. ആഹാരഃ തു അപി സർവസ്യ ത്രിവിധ ഭവതി. പ്രിയഃ യജ്ഞഃ തപഃ തഥാ ദാനം തേഷാം ഭേദം ഇമം ശൃണു. സർവസ്യ പ്രിയഃ ആഹാരം അപി. എല്ലാവർക്കും പ്രിയപ്പെട്ട ആഹാരം. ആഹാരം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ആ ആഹാരവും ത്രിവിധ ഭവതി, 3 പ്രകാരത്തിലാണ് എന്ന് അറിഞ്ഞാലും അർജുന. ആഹാരം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അതിൽ ഈ 3 പ്രകാരത്തിലുള്ള ആഹാരം, 3 തരത്തിലുള്ള ആഹാരത്തോട് പ്രിയമുള്ള ആളുകൾ, ഇതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ തഥാ യജ്ഞവും 3 തരത്തിലുള്ളതാണ്. സാത്വികവും രാജസികവും താമസികവും. അതുപോലെ തപസ്സും, ഓരോ തപസ്സുണ്ട്, ഓരോന്നിനു വേണ്ടി അനുഷ്ഠിക്കുന്ന തപസ്സും. അതെങ്ങനെയാണ്? സാത്വികവും രാജസികവും താമസികവുമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുവല്ലോ,
രാജീവ് ഗാന്ധിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പരാജയപ്പെട്ട ദൗത്യം ആഴ്ചകൾക്ക് മുമ്പേ ഇയാൾ ഈ ബോഗൻവില്ല കാട്ടിൻ്റെ ഉള്ളിൽ കുടിയേറിയിരുന്നത്. അവിടെ എന്തുണ്ട്? തപസ്സുണ്ട്. പക്ഷെ അത് സാത്വികമാണോ രാജസികമാണോ താമസികമാണോ? അങ്ങനെ സാത്വികവും രാജസികവും താമസികവുമായ തപസ്സിനെക്കുറിച്ചും യജ്ഞത്തെക്കുറിച്ചും ആഹാരത്തെക്കുറിച്ചും അതുപോലെ ദാനം, മറ്റൊരാൾക്ക് കൊടുക്കുന്നത് സാത്വികവും രാജസികവും താമസികവും ദാനമാണ്. ഇത് ഉള്ള ഭേദം, ഇതിലെ വ്യത്യാസങ്ങളെ ഇമം ശൃണു, അർജുന നീ എന്നിൽ നിന്ന് കേട്ടാൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്തൊക്കെയാണ്. ആഹാരത്തിലെ ഇവർക്ക് ഇന്ന് ആഹാരമാണ്. ഇതാണ് യുക്തിവാദികൾ, കുറേ വിവരദോഷികളുണ്ട്. അവർ പറഞ്ഞിരിക്കണത് എന്താണെന്നറിയോ? ശൂദ്രനൊക്കെ ഗീതയിൽ ആഹാരം പറഞ്ഞിട്ടുണ്ട് ഇന്നതാണെന്ന്, അതാണ് അവൻ കഴിച്ചാൽ മതി എന്ന്. അത് വിവരക്കേട് പറയുന്ന. അപ്പം ഇങ്ങനെയുള്ള ആഹാരങ്ങൾ ആണ് ഇവരുടെ പ്രിയം, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞ് ലേബിൾ ചെയ്തിരിക്കുന്നത് ആരെയാ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതാണ് നിങ്ങൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് ലേബിൾ ചെയ്തിരിക്കുന്നവനൊന്നും ബ്രാഹ്മണനല്ല. ബ്രഹ്മത്തിൻ്റെ ലക്ഷണം പോലും അറിയാത്ത ബ്രാഹ്മണനാണ്. അപ്പം ഭക്ഷണം 3 പ്രകാരത്തിലുണ്ട്. ആ 3 പ്രകാരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇന്നെന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നു. 3 പ്രകാരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്. അവർ ചെയ്യുന്ന യജ്ഞങ്ങൾ അങ്ങനെയാണ്. 3 പ്രകാരത്തിലുള്ള തപസ്സുകളുണ്ട്. അതുപോലെ തന്നെ 3 പ്രകാരത്തിലുള്ള ദാനങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം വ്യത്യാസം, ഭേദം എന്നിൽ നിന്ന് നീ കേട്ടാൽ ഞാൻ ഇതിനെയൊക്കെ വിസ്തരിച്ച് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയും. വളരെ പ്രധാനപ്പെട്ടതാണ്. അർജുന, നാളെ റെഡിയായിക്കോ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.